ഗൈസ്, വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഒരുപാട് ബ്ലാക്ക് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും മുഖത്ത് ഒരുപാട് പിമ്പിൾസും നമ്മളെ കഴുത്തിൻ്റെയും പെരടിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ബ്ലാക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആ ഗുളിക കുടിച്ചാലൊക്കെ അങ്ങനെ വരും പറയും. ഇവിടെ അധികം ബ്ലാക്ക് ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ റിലീഫ് കിട്ടിയൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ അമ്മ ഇവിടെ തന്നെ രണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നല്ല യൂസ്ഫുൾ ആണ്. പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഡെയിലി യൂസ് ചെയ്ത അടിപൊളി റിസൾട്ടാണ്. പക്ഷേ എന്താ പറയുക, സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ എത്രത്തോളം പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന്. കാരണം ഇതിൻ്റെ പ്രഗ്നൻസി ടൈമിൽ എടുത്ത വീഡിയോ ആണ്. ആ ഫസ്റ്റത്തെ വീഡിയോയും പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൻ്റെ ഫേസിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണാം. അപ്പോൾ അത്രത്തോളം യൂസ്ഫുള്ളുള്ള ഐറ്റമാണ് അത്. അതിൻ്റെ ഫസ്റ്റത്തെ ഡെലിവറിക്കും ഞാൻ അത് യൂസ് ചെയ്തിരുന്നു. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ ഇങ്ങനെ നന്നായി കേൾക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഓവറായിട്ട് മഞ്ഞൾ യൂസ് ചെയ്യാനും പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ എണ്ണ പാരുമ്പോൾ കൂടുതൽ മഞ്ഞളായ ഈ എണ്ണ ഇതിൽ കടന്ന് വറ്റി പോകും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എണ്ണ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് എണ്ണക്കനുസരിച്ചാണ് നമ്മൾ മഞ്ഞൾ എടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഈ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് മിക്സാക്കുക. ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി ബെറ്റർ. നമ്മൾ നല്ലെണ്ണയിലും ഇത് ഉണ്ടാക്കട്ടോ. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിരുന്നത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും മിക്സാക്കിങ്ങാണ്ടാണ്. അപ്പോൾ നല്ലെണ്ണ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കേണ്ടത്. കാരണം വെച്ചാൽ ഓവറായിട്ട് തീ വന്നാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, മഞ്ഞൾ കരിഞ്ഞു പോകും. നമ്മൾ ആ എണ്ണൻ്റെ ഫലം കിട്ടൂല. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ, കുറച്ച് നേരം തിളച്ച് വരുമ്പോൾ തന്നെ അതൊരു ബ്രൗണിഷ് കളറാകും. ഒരു ബ്രൗൺ കളറാകുമ്പോൾ പിന്നെ നമ്മളത് മാറ്റി നിർത്തണം, ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിളച്ചിങ്ങനെ ഈ പതഞ്ഞിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകും, ഇരിഞ്ഞ് പൊടിഞ്ഞു പോകും എന്നൊക്കെ പറയും. അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കണം അതായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആയിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ ഇട്ട് പിന്നെ നോക്കിയപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മളത് ഓഫാക്കുക. പിന്നെ അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളൊരു കുപ്പിക്ക് ഒഴിച്ച് വെക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും നല്ലതാണ് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതുമാണ്. നമ്മൾ ഈ ഫേസ് ക്രീമും വൈറ്റനിങ് ഫേസ് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സൈഡ് എഫക്റ്റ് വരും. ഇതിനാകുമ്പോൾ അധികം സൈഡ് എഫക്റ്റ് തന്നെ വരില്ല. ഞാനും കുറേ വൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്ത ആളാണ്. പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫേസ് നല്ല പിഗ്മെൻറ്റേഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തേച്ച് നോക്കാം. നമ്മൾ കുളിക്കണീൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേയൊക്കെ തേച്ചാൽ മതി. എൻ്റെത് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം മാത്രമേ കേട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ. 10 മിനിറ്റ്. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ എത്ര നേരം വേണമെങ്കിലും മുഖത്ത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കാം. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിങ്ങനെ കുളിക്കുന്നതിന് മുന്നേ അത് തേക്കൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ വെച്ച് തേക്കലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തേക്കുമ്പോൾ തന്നെ കഴുത്തിലും നമ്മളെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യലുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഫേസ് വേറെ കളറും കൈ വേറെ കളറായി വരും. ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് അത് ലൈറ്റ് നല്ല മങ്ങലും വെളിച്ചമായി ഇങ്ങനെ കാണുന്നത്. അതാണ് വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്ത. അപ്പോൾ ഇതാ നല്ലോണം തേച്ചിട്ടുണ്ട്. എൻ്റെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു വര പോലെ ഉണ്ടായിരുന്നു ബ്ലാക്ക്. അതൊക്കെ പിന്നെ ഇപ്പം മാഞ്ഞിപ്പോൾ ചെറിയൊരു ഇതുള്ളൂ. പിന്നെ കയ്യുമ്മൽ യൂസ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ 2 കുട്ടികൾക്കും കുളിക്കുന്നതിന് മുന്നേ തേച്ച് കൊടുക്കലുണ്ടോ. നല്ലതാണ്, പക്ഷെ നല്ലതാണ്. വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നമ്മളെ സാധാ നിറം നോർമൽ കളർക്ക് അത് തിരിച്ചു നമുക്കിപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന കറുപ്പും കരുവാളിപ്പും ഒക്കെ മാറ്റാനും ഇങ്ങനെ പിഗ്മെൻറ്റേഷനുള്ള മുഖത്തിലൊക്കെ നല്ല എഫക്റ്റായിട്ട് റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഡാർക്ക് ഇതൊക്കെ വന്നവർക്കുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ 2 പേർക്ക് ഒരുപോലെ യൂസ് ആക്കലുണ്ട് കേട്ടോ. ചെറിയ കുട്ടിക്ക് 1 മാസം കഴിഞ്ഞേക്കിന് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക.